കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 19, 11 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ജെറുസലേമിന് സമീപത്തായി ജനങ്ങൾ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഒരു ഉപമ പറഞ്ഞു. കാരണം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. ഒന്നാമൻ വന്നു പറഞ്ഞു, യജമാനനെ നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. രണ്ടാമൻ വന്നു പറഞ്ഞു, യജമാനനെ നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. വേറൊരുവനും വന്നു പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശകനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടഭൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ ഞാൻ നിന്നെ വിധിക്കും. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ അത് തിരിച്ചു വാങ്ങാമായിരുന്നില്ലേ? അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവർ അവനോട്, യജമാനനെ, അവന് 10 നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവിൻ. അവൻ ഇത് പറഞ്ഞ ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര തുടർന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ 2 വായനകളും കർത്താവ് തരുന്ന പ്രതിഫലം അത് സത്യമാണെന്നും ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച്, പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഒരു ദൈവപൈതൽ ജീവിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ അതുമൂലമുണ്ടാകുന്നുവെന്നും വരാനിരിക്കുന്ന ജീവിതത്തിൽ ഈ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നും ഇന്നത്തെ 2 വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ആദ്യ വായന മക്കബായരുടെ പുസ്തകത്തിൽ നിന്നാണ്. നമ്മൾ വായിച്ചു പോകുമ്പോൾ മതപീഡനത്തെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന, ഇന്നലെ നമ്മൾ വായിച്ചു കേട്ടു ഏലിയാസറിൻ്റെ, ഇന്ന് ഒരമ്മയെക്കുറിച്ചും 7 മക്കളെക്കുറിച്ചാണ്. അത് വായിച്ചു പോകുമ്പോൾ ഉള്ളിൽ അല്പമെങ്കിലും ഒരു കരുണയുടെ ഭാവമുള്ളവന് നെഞ്ച് വേദനിക്കാതിരിക്കാൻ പറ്റില്ല. ഒരമ്മയുടെ മുമ്പിൽ വെച്ച് തൻ്റെ 7 മക്കളെ കൊന്നുകളയുകയാണ്. എന്തിനാ? വിശ്വാസത്തെ പ്രതിയാണ്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു, സത്യദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണത്തെ പ്രതിയാണ് 7 മക്കളെ ഒരമ്മയുടെ മുമ്പിൽ വെച്ച് ചിലരൊക്കെ വറചട്ടിയിലിട്ട് വറുത്ത്, ചിലരെ വെട്ടി നുറുക്കി, ചിലരുടെയൊക്കെ തൊലിയുലിഞ്ഞ്, ഇങ്ങനെ ഓരോരുത്തരെ ആയിട്ട് പെറ്റമ്മയുടെ മുമ്പിൽ വെച്ച് 7 പേരെ കൊല്ലുകയാണ്. പിന്നത്തെ ഭാഗം 6 കൊന്നു. 7-മത്തവൻ്റെ ഊഴത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. ഭയങ്കര ശക്തമായ വാക്കുകളാണ്. അമ്മ പറഞ്ഞു, മോനെ, എൻ്റെ ഉദരത്തിൽ നീ അങ്ങനെ രൂപം കൊണ്ടെന്ന് എനിക്കറിയില്ല. ഞാനല്ല നിന്നെ വളർത്തിയതും വലുതാക്കിയതും. ലോകം സൃഷ്ടിച്ചവനാണ് നിന്നെ എൻ്റെ ഉദരത്തിൽ തന്നത്. അതുകൊണ്ട് ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മറന്നുകൊണ്ട് അല്പകാലം കൂടി ജീവിച്ചിരിക്കാൻ നീ തീരുമാനമെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരമ്മ മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന തൻ്റെ മകനോട് പ്രചോദനം കൊടുക്കുക.
ഈ അമ്മയ്ക്ക് ഇതെല്ലാം സ്വീകരിക്കാൻ പറ്റിയത് എങ്ങനെയാണ്? അമ്മയ്ക്ക് ഈ സഹനങ്ങളെല്ലാം കണ്ടു നിൽക്കാൻ പറ്റിയത് എങ്ങനെയാണ്? അമ്മയ്ക്ക് ഈ സഹനങ്ങളുടെ വേദനകളിലും മരണത്തിൻ്റെ മുമ്പിൽ മക്കൾ നിൽക്കുമ്പോഴും മരണം സന്തോഷത്തോടെ സ്വീകരിച്ചു കൊള്ളുക എന്ന് പറയാൻ ഒരമ്മയ്ക്ക് ധൈര്യം കിട്ടിയത് എങ്ങനെയാണ്? ആ ധൈര്യമാണ് അമ്മയ്ക്ക് കിട്ടാനുള്ള കാരണത്തെക്കുറിച്ച് ഇന്നത്തെ ആദ്യ വായനയിൽ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശ ഇവൾക്ക് ധൈര്യം നൽകി എന്നാ പറയുന്നത്. ഈ പ്രത്യാശയുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശ. ഈ പ്രത്യാശ ഉള്ളിൽ നിറഞ്ഞതുകൊണ്ട് ഈ അമ്മയ്ക്ക് വല്ലാത്ത ധൈര്യം. അതിനെങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, ആ മാതാവാകട്ടെ സവിശേഷമായ പ്രശംസയും സംപൂജ്യമായ സ്മരണയും അർഹിക്കുന്നു. ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അതെല്ലാം സഹിച്ചു. പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തിക്കൊണ്ട് ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചന ശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നാം. പക്ഷേ ഒരു മകൾ മരിച്ച ഒരു അമ്മയോട് ചോദിച്ചാൽ എത്രമാത്രം വേദനയുണ്ടെന്ന് വിഷമമുണ്ടെന്ന് ചോദിച്ചാൽ എന്ത് മരണമാകട്ടെ, സ്വാഭാവികമായിട്ട് ചില പ്രായാധിക്യത്തിൽ പോലും മരിച്ചെങ്കിൽ പോലും, വർഷങ്ങൾ കിടന്ന് രോഗിയായിട്ട് കിടന്ന് മരിച്ചാൽ പോലും ഒരമ്മയ്ക്ക് ഒരു മകൻ മരിക്കുക എന്ന് പറഞ്ഞാൽ വേദനാജനകമാണ്. അപ്പോഴാണ് 7 മക്കളെ മരണത്തിലേക്ക്, ഓക്കെ നീ മരണത്തിലേക്ക് പൊക്കോ, നീ മരിച്ചോ എന്ന് ഒരമ്മ ഈ 7 മക്കളെ പ്രചോദിപ്പിക്കാനുള്ള കാരണം കർത്താവിൻ്റെ വാഗ്ദാനത്തിലുള്ള പ്രത്യാശ ഈ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളതാണ്. ഈ പ്രത്യാശയില്ലാത്ത മാതാപിതാക്കൾ കാരണം ഇന്ന് മക്കൾക്ക് അനുദിന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. നമ്മളെ മക്കളൊക്കെ വല്ലാതെ അസ്വസ്ഥരാണ് ഈ കാലഘട്ടത്തിൽ. വല്ലാതെ ഞെരുക്കത്തിലും മാനസിക സംഘർഷത്തിലും ഡിപ്രഷനിലും ആകുലതകളിലും ഭയത്തിലൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾ മതി, ഒരു പരീക്ഷ മതി, ഒരു ഇൻ്റർവ്യൂ മതി, എന്തെങ്കിലുമൊക്കെ നിസ്സാര കാര്യങ്ങളിൽ നമ്മുടെ മക്കൾ ഇന്ന് ധൈര്യമില്ലാത്തവരായി തീരുന്നതിന് കാരണം ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശ കൊണ്ട് നമ്മുടെ മക്കൾ അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കാത്ത കൊണ്ടാണ്. ഒരു ചെറിയ സഹനം വരുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ തന്നെ വരാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് തുലനം ചെയ്യുമ്പോൾ ഇന്നിൻ്റെ വേദനകൾ എത്ര നിസ്സാരമാണ്. ഈ ലോക ജീവിതത്തിൻ്റെ സഹനങ്ങൾ മാത്രമല്ല, ഈ ലോക ജീവിതം കൊണ്ട് നമ്മളെല്ലാം നേടിയെടുക്കാനൊന്നും പോകുന്നില്ല. ഈ ലോക ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട നാണയങ്ങളെക്കുറിച്ച് സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അതെന്താണ്? ചില വ്യാഖ്യാനങ്ങളിൽ പറയുന്ന 10 കൽപ്പനകളെ കുറിച്ചാണ്. ദൈവം കൊടുത്ത 10 കൽപ്പനകൾ പാലിച്ചവരെ കുറിച്ചും പാലിക്കാതെ കടന്നുപോയവരെ കുറിച്ചും അതിൻ്റെ വരുംവരകളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവം തന്ന നിയമങ്ങളെ, ദൈവം നമുക്ക് വാഗ്ദാനങ്ങളിലൂടെ നൽകപ്പെട്ടവയെ വിശ്വാസത്തിൽ സ്വീകരിക്കുകയും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ഈ ലോക ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ, എന്തെല്ലാം അനുഭവങ്ങളുണ്ടോ അതിനെയൊക്കെ അതിജീവിച്ച് വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഈ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശയില്ലാത്തവരുടെയാണ് ജീവിതം സ്റ്റക്കപ്പാകുന്നത്. ഒരു പ്രശ്നമതി, ഒരു മരണം, ഒരു വേർപാടിൻ്റെ ദുഃഖം, ഒരു പ്രതിസന്ധി, ഒരു രോഗം, സങ്കടം, ഇതൊക്കെ വരുമ്പോഴേ അവിടെ സ്റ്റക്കായി, പിന്നെ മുന്നോട്ട് പോകില്ല. അവിടെയാണ് ഈ അമ്മ എല്ലാ അമ്മമാരുടെയും പ്രതിനിധിയാണ്, എല്ലാ മാതാപിതാക്കളുടെയും പ്രതിനിധിയാണ്. മക്കളെ ബലപ്പെടുത്തിയത് നിത്യജീവനിലുള്ള പ്രത്യാശ കൊണ്ടാണ്. സഹനങ്ങളുടെ വേളകളിൽ മരണത്തിൻ്റെ മുമ്പിൽ പോലും കുഞ്ഞുങ്ങൾ നിന്നപ്പോൾ അവരെ ബലപ്പെടുത്തിയത് നിത്യജീവനിലുള്ള ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള പ്രത്യാശ കൊണ്ടാണ്. ലോകത്തിലുള്ള എന്തെങ്കിലും കാണിച്ചു കൊടുത്തുകൊണ്ടല്ല പ്രത്യാശ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു പയ്യൻ ധ്യാനത്തിന് വന്നത്. അവന് പറഞ്ഞത് കേൾക്കാത്ത ഒരുത്തനാണ്. അവനെ എങ്ങനെയെങ്കിലും ധ്യാനം കൂടിക്കാന്നുള്ളതായിരുന്നു മാതാപിതാക്കളുടെ ഒരു ഉദ്ദേശം. അതുകൊണ്ട് അവൻ പറഞ്ഞു iPhone 15 ഇറങ്ങിയ സമയം iPhone 15 മേടിച്ച് തന്നാൽ ഞാൻ ധ്യാനത്തിന് പോകും. നിനക്ക് iPhone 15 മേടിച്ച് തരാം, നീ ധ്യാനത്തിന് പോകാൻ പറഞ്ഞു. ധ്യാനത്തിൻ്റെ ആദ്യത്തെ ദിവസം അവൻ്റെ ഇരിപ്പും മട്ടം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ ശരിക്കും ഇൻട്രസ്റ്റോടുകൂടി വന്നാണോ? ഞാൻ ധ്യാനത്തിനുള്ള ഇൻട്രസ്റ്റ് ഒന്നും വന്നല്ല. ധ്യാനം 5 ദിവസം ഇവിടെ വന്നിരുന്ന തിരിച്ച് ചെല്ലുമ്പോൾ എനിക്ക് iPhone 15 കിട്ടുമെന്ന് പറഞ്ഞു. അതിനാവും ധ്യാനത്തിന് വന്നതെന്ന്. ഇപ്പം എന്ന് പറയുന്ന പോലെ നമ്മളിന്ന് ലോകത്തിലുള്ള പലതും കാണിച്ചിട്ടാണ് മക്കളെ പള്ളിയിൽ പോകാൻ, പ്രാർത്ഥിപ്പിക്കാൻ ഒക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല ഈ അമ്മ ചെയ്തത്. അമ്മ ചെയ്തത് എന്നാ? യേശുക്രിസ്തുവിലുള്ള നിത്യജീവനിലുള്ള പ്രത്യാശ വെളിപ്പെടുത്തി കൊടുത്തിട്ട്, പറഞ്ഞു കൊടുത്തിട്ട് ഈ പ്രത്യാശയിൽ ഉറ്റുനോക്കിക്കൊണ്ടാണ്
ഇന്നിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ സ്വീകരിക്കേണ്ടതെന്ന് ഒരമ്മ പറഞ്ഞു കൊടുത്തത് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. ഈ വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെയും സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.